ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലനും ദേവിയും എവിടെ പോയതാണെന്ന് അറിയാതെ അനിയന്മാർ നാടായ നാട് മുഴുവൻ ഓട്ടോടോട്ടമാണ്. അങ്ങനെ ഓടി ഓടി തളർന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് അതിനുള്ള ഒരു ക്ഷമയൊക്കെ യാചിക്കുകയാണ് കണ്ണൻ. ഹരിയാണെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവൻ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറേ അല്ല. നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ശിവൻ കണ്ണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ എന്നോട് അതിനു വേണ്ടി സംസാരിക്കുകയും വേണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ എന്ത് ചെയ്യണം എന്നറിയില്ല. ആ സമയത്ത് അവരെല്ലാവരും ആകെ എന്താ പറയുന്നത്, ഒരു മരണവീട് പോലെ ആയ ഒരു പ്രതീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും കാര്യങ്ങളും. അറിഞ്ഞവരെല്ലാവരും ഇവരെ ചോദിച്ച് ഇവരോട് കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ബാലനും ദേവി എവിടെ പോയി, അവർക്ക് എന്തു പറ്റി, എന്താണ് വീട്ടിൽ സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഒന്നിനൊന്നിന് ടെൻഷൻ കൂടി വരിക. അപ്പോൾ ഇനി അവസാന കൈ എന്ന് പറഞ്ഞാൽ അത് പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്ക് കഴിയുന്ന രീതിയിൽ ഇവർ നാട് നീളെ അന്വേഷിച്ചു. പക്ഷേ അവരെവിടെയാണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ ഇവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ പിന്നെ പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ശിവൻ ഇങ്ങനെ ഹരിയോട് പറഞ്ഞു പോലീസിൽ പരാതി കൊടുക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ഇവർ ആ ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് സ്കൂൾ വിട്ട് വന്നു. ദേവൂട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചാണ് വരുന്നത്. പക്ഷേ അമ്മ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അന്നേരത്തേക്ക് ഇറങ്ങിച്ചെന്ന് കുഞ്ഞിനെ വിളിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ കൊച്ചാണെ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. ഇന്നത് എനിക്ക് കിട്ടി അമ്മ, ഇത്ര മാർക്കുണ്ടമ്മ, ഇന്നത് അമ്മ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. പക്ഷെ അതിലൊന്നും ശ്രദ്ധിക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അപ്പു ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ കുഞ്ഞ് ചോദിച്ചു, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ, അമ്മ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ, എന്താ അമ്പലത്തിൽ പോയിട്ട് അച്ഛനും അമ്മ ഇതുവരെ വന്നില്ലേ മമ്മി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവിയെക്കുറിച്ച് ഓർത്തും അതുപോലെ തന്നെ ബാലനെക്കുറിച്ച് ഓർത്തും ചങ്ക് പൊട്ടി നമ്മുടെ അപ്പു ഇങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ. അപ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ചു അങ്ങോട്ടേക്ക് വന്നു. അഞ്ചു വന്നപ്പോൾ ചെറിയമ്മേ അച്ഛനും അമ്മ ഇതുവരെ അമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. അവർ വരും കേട്ടോ, അവരെ ഒരിടം വരെ പോയിരിക്കുക, അതുകൊണ്ടാണ് അവർ താമസിക്കുന്നതെന്നും പറഞ്ഞു കുഞ്ഞിനെ ഒരു രീതിയിൽ അടക്കി അവിടെ ഇരുത്തി എഴുതിക്കോളാനൊക്കെ പറഞ്ഞു നമ്മുടെ അഞ്ചു. അപ്പോൾ ഇവർ തമ്മിൽ അതും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഒരു തെളിവ് ഇനിയിപ്പോൾ അവർ റൂമിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്നോ ഇതൊക്കെ അറിയാനായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ആ വീട്ടിൽ അവരുടെ റൂമിൽ ഉണ്ടെങ്കിലോ നമുക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പു അഞ്ചും കൂടെ റൂമിലേക്ക് ചെന്ന് ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ അപ്പുവിൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. അപ്പോൾ ഭയങ്കര കരച്ചിൽ. അഞ്ചു ആണെങ്കിലും അതുപോലെ തന്നെ. അങ്ങനെ രണ്ടുപേരും കൂടെ റൂമിലേക്ക് കയറി ചെന്ന് അവിടെ അവരുടെ അലമാരിയൊക്കെ തുറന്നു. അപ്പോൾ അലമാരിയൊന്നും പൂട്ടാതെ ഇങ്ങനെ തുറന്നിട്ടേക്കുമായിരുന്നു. അപ്പോൾ അലമാരിയുടെ താക്കോലും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും അവർ വേഗം തന്നെ അലമാരിയുടെ ഡോറ് തുറന്ന് ഇത് ഒക്കെ പരിശോധിച്ച് നോക്കുക. അങ്ങനെ പരിശോധിച്ച് നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്യുമെൻറ്റ്സ് കുറേയൊക്കെ അകത്തെ ആ ഒരു അറയിലിരിക്കുന്നത് കണ്ടു. അപ്പോൾ വേഗം തന്നെ അവർ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതൊക്കെ അഞ്ചുവാണ് എടുത്തത്. അഞ്ചു എടുത്ത് അപ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അപ്പുവിനോട് അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേവൂട്ടിയുടെ ഒരു വർഷത്തെ ഫുൾ ഫീസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, മറ്റ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു വർഷത്തേക്കുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പോഴേക്കും ഇത് ദേവൂട്ടിയുടെ ഒരു വർഷത്തേക്കുള്ള ഫീസ് അടച്ചതിൻ്റെ രസീതാണ് അഞ്ചു എന്നും പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇത് ഇൻഷുറൻസും പുതുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് അതും കാണിച്ചു കൊടുത്തു. അങ്ങനെ അഞ്ചുവിനോട് ഇതെല്ലാം അപ്പു പറയാം. എന്നിട്ട് അവരുടെ ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിൽ ഇരിപ്പുണ്ടല്ലോ, ആ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് ഇവർ നോക്കിയിട്ട് അപ്പു ആണെങ്കിൽ ഇങ്ങനെ ദയനീയമായിട്ട് കരയുവാണ്. അപ്പോൾ അഞ്ചു പറഞ്ഞു ഇവരെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് ചെയ്തത്, എല്ലാം വേണ്ട എന്ന് വെച്ചിട്ടല്ല വേണമെന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ദിവസങ്ങൾ കുറേ ആയായിരുന്നു ദേവേഴ്ചയും അതുപോലെ തന്നെ ബാലേട്ടനും കൂടെ ആ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അവർ പോയതാണെന്നും ഇനി അവരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇനിയിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തേ പറ്റൂ എന്ന് തറപ്പിച്ച് ഇവരും പറയുന്നു. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി അവരെ മഷിയിട്ട് നോക്കിയാലും കിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ദേവിയുടെയും അതുപോലെ ബാലൻ്റെയും മുറിയിലേക്ക് കടന്നു ചെന്ന അഞ്ചുവും അതുപോലെ അപ്പുവും ഈ കാഴ്ച കണ്ട് നടുങ്ങിയെന്ന് തന്നെ പറയാം. ഞെട്ടിപ്പോയി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെയൊക്കെ ഒരു ഇത്. അപ്പുവിനാണ് ഏറ്റവും കൂടുതൽ പണി. നന്മയുടെ രീതിയിലാണെങ്കിലും അവർ കൊടുത്തത്. അവരെ അത്രമാത്രം അന്യരായി കണ്ട് മനസ്സ് കുത്തി കീറി മുറിച്ച് വേദനിപ്പിച്ച അപ്പുവിന് ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി കിട്ടാനുണ്ടോ? ഇല്ല. അപ്പുവിന് എവിടെയെല്ലാം പോയി അപരാധങ്ങൾ ഏറ്റു പറഞ്ഞ് കരഞ്ഞാലും അപ്പുവിന് അതിനുള്ള ഒരു ക്ഷമ എവിടെ നിന്നും കിട്ടില്ല. കാരണം അപ്പു അത്രത്തോളം അവരെ മാനസികമായി വേദനിപ്പിച്ചു, അവരെ കീറി മുറിച്ചു. ആ ഒരു വേദന ഓർത്തിട്ടാണ് നമ്മുടെ അപ്പുവിന് സങ്കടം മൊത്തം. അങ്ങനെ നമ്മുടെ ഹരി അവിടെ ഇരിക്കും. വീട്ടിലോട്ട് വന്നു, കരഞ്ഞു വിളിച്ച് വീട്ടിലോട്ട് വന്നു. ഓരോ സ്ഥലത്തോടെ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അന്വേഷണവും കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും
അങ്ങനെ കരഞ്ഞു കയറി വരുന്ന ഹരിയുടെ അടുത്തേക്ക് അപ്പു കയറി ചെന്നു. അപ്പു ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഹരിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഹരി കരഞ്ഞുകൊണ്ട് ആ മാവിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ തളർന്നിരിക്കുക. അപ്പോഴേക്കും അപ്പു അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഹരി നീ ഇങ്ങനെ തളർന്നു പോയാലോ, എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നീ തളർന്നിരുന്നാൽ ബാക്കിയുള്ളവരുടെ ശിവൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ, തളരരുതെന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പു, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ പിടി വിട്ടു പോവുകയാണ്. അവരെക്കുറിച്ച് ഓർത്തിട്ട് അവരെ ഇനി എവിടെ പോയി കണ്ടെത്തും, ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇതിനൊക്കെ നമ്മളും കാരണക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ പറഞ്ഞു. നമ്മളോ, ഞാനല്ലേ കാരണക്കാരി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പു ഇങ്ങനെ ഹരിയോട് തൻ്റെ ഇതൊക്കെ ഏറ്റു പറയുക. അങ്ങനെ ഇവർ തമ്മിൽ അതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനെ രണ്ടുപേരെ കാണാനില്ല എന്നുള്ളൊരു പരാതി കൊടുക്കുന്നു. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയും കൊടുക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് SI ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശിവൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഇത്ര പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഇതുണ്ടായിരുന്നു, അതിൻ്റെ ഇതായിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടു പ്രശ്നത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയതാണല്ലേ, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് എവിടെയാണെങ്കിലും തപ്പിയെടുക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടനെയും ഏട്ടത്തെയും കണ്ടുപിടിച്ച് തരണം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ ഇങ്ങനെ പോലീസുകാരനോട് പറയുകയൊക്കെ. അപ്പോൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിലുകൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ശിവനോട് സംസാരിക്കുകയും ചെയ്തു. ശിവൻ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് നമ്മുടെ ശിവൻ അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇവരോട് എല്ലാവരോടുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഞ്ജുവിനോടും അതുപോലെ തന്നെ നമ്മുടെ ഹരിയോടും അപ്പുവിനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോമസ് സാർ, അതായത് ഇവരുടെ ആ വക്കീൽ വീട്ടിലേക്ക് വരുന്നത്. വക്കീൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ എന്തിനാ വന്നതെന്നുള്ള ഒരു ടെൻഷനോട് കൂടി ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേവിയും ബാലനും പോയത് അറിഞ്ഞിട്ടായിരിക്കും വന്നത് എന്നുള്ള ആ ഒരു ഇതിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയും ബാലനും എന്തിയെ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് കേട്ടപ്പം സാറൊന്നും അറിഞ്ഞിട്ടല്ല വന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ തോമസ് സാറൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ശിവൻ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശിവനാണിപ്പോൾ എല്ലാത്തിനും ഒന്ന് മുൻകൈ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിവരങ്ങളെല്ലാം നമ്മുടെ തോമസ് സാറിനോട് ഇവർ പറഞ്ഞു. ഇങ്ങനെ അവർ കത്തെഴുതി വെച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ ആ കത്ത് വരെ സാറിനെ കാണിച്ചു കൊടുത്തു. ആ കത്ത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേവിയും ബാലനും എൻ്റെ അരികിൽ ഓഫീസിൽ വന്നിരുന്നുവെന്നും വളരെ വിഷമിച്ച് കരഞ്ഞാണ് അവർ വന്നതെന്നുള്ള കാര്യം പറഞ്ഞു. വന്നിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ഏർപ്പാടാക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞത് വക്കീൽ ഇവരോട് എല്ലാ കാര്യങ്ങളും പറയുക. അപ്പോൾ ഈ സ്വത്തുക്കൾ, അതായത് അവരുടെ പേരിൽ ഒരു തരി ഭൂമി പോലും അവർ മിച്ചം വെച്ചിട്ടില്ല. എല്ലാം ഉള്ളതെല്ലാം അനിയന്മാർക്കും വീതം വെച്ച് കൊടുക്കണമെന്നും അത് ഇന്ന ആൾക്ക് ഇന്നതുപോലെ കൊടുക്കണമെന്നും ഇന്ന രീതിയിൽ അത് അവകാശപ്പെടണമെന്നും ഒക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ദേവിയും ബാലനും പറഞ്ഞിരിക്കുന്നതെന്നും ആ കൊച്ചു കുഞ്ഞിന് പോലും അതിൻ്റേതായ വിഹിതം അവിടെ എഴുതി വെപ്പിച്ചു ബാലനും ദേവിയും ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അപ്പു ഞെട്ടിപ്പോയി കേട്ടോ. കാരണം അപ്പു ദ്രോഹിച്ച ദ്രോഹം എന്ന് പറഞ്ഞാൽ ചില്ലറ ദ്രോഹം വല്ലതുമാണോ? ദേവി അതുപോലെ മാനസികമായിട്ട് പീഡിപ്പിച്ച് കൊന്നയാളല്ലേ അപ്പു. ആ അപ്പുവിനാണ് 8ൻ്റെ പണി അവർ കൊടുത്തത്. അങ്ങനെ ഈ വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞും കേട്ടും ഇവരിങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇനി ഏത് ഗംഗയിൽ പോയി കുളിച്ചാലാണ് ഇതിനൊരു പാപമോക്ഷം കിട്ടുക എന്നുള്ള ഒരു ഇതിലാണ് അവരങ്ങനെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് അദ്ദേഹമാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെല്ലാം ഞങ്ങൾ പിന്നീട് പറയാമെന്നും പറഞ്ഞ് ഹരിയും ശിവനും കൂടി ധൃതി പിടിക്കേണ്ടെന്ന് വക്കീലിനോട് പറഞ്ഞു. അങ്ങനെ വക്കീൽ അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇവരെല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ ദേവിയും ബാലനും ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ കുറുപ്പമാവൻ. അതായത് വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് കുറുപ്പമാവൻ വന്നു കഴിഞ്ഞപ്പോഴോ അത് അതിനേക്കാളും വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ്. കാരണം ഇവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതായ ആ നഗ്ന സത്യങ്ങളെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കാനും ഇവരോട് അതെല്ലാം തുറന്നു പറയാനും ദേവിയും ബാലനും ആരായിരുന്നുവെന്നും അവരുടെ മനസ്സിൻ്റെ ശുദ്ധി അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ നന്മ അത് എത്രത്തോളം ആയിരുന്നുവെന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുമായിട്ടാണ് കുറുപ്പമാവൻ വന്നത്. അപ്പോൾ കുറുപ്പമാവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ. കുറുപ്പമാവൻ വന്ന് ഇവരെല്ലാവരെയും സമാധാനിപ്പിച്ചു. അപ്പോൾ ദേവിയും ബാലനും എങ്ങോട്ടാണ് പോയത് എന്താണെന്നൊക്കെ അറിയാമോ എന്ന് ചോദിച്ചപ്പം ഒന്നും അറിയില്ലെന്നുള്ള കാര്യം കുറുപ്പമാവനോട് ഇവർ പറഞ്ഞു. വലിയൊരു ചതിയാണ് ഞങ്ങളോട് ഏട്ടനും ഏട്ടത്തെയും ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അവരെന്ത് ചതിയാണ് മക്കളെ നിങ്ങളോട് ചെയ്തത്? അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സാന്ത്വനം തറവാട്ടിൽ നിങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. ഇന്ന് ഹരിയായും ശിവനായും കണ്ണനായുമൊക്കെ ഒരാണിനെ പോലെ ഇവിടെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ അവരല്ലേ കാരണമെന്ന് ചോദിച്ചു. അവർ ചെയ്തിരിക്കുന്ന നന്മകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും
ഏട്ടനും ഏട്ടത്തിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട്, അതായത് ദേവിക്ക് പ്രസവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ മക്കളെ പോലെ കണ്ടതാണെന്നും സ്നേഹിച്ചതാണെന്നുമുള്ള രീതിയിൽ ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് തെറ്റിപ്പോയി മക്കളെ എന്ന് ഈ കുറുപ്പമ്മാവും പറയുക. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക കേട്ടോ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അവർക്ക് സ്വന്തമായി കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് അവർ വെച്ചത്. അവരങ്ങനെ ചിന്തിച്ചിരുന്ന, അവർക്ക് അവരുടേതായ ഒരു ജീവിതം വേണമെന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ മക്കളെ, അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടേതായ കുഞ്ഞുണ്ടായേനെ, അവർക്ക് അവരുടേതായ ജീവിതം ഉണ്ടായേനെ. പക്ഷേ അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാൽ, അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അനിയന്മാരുടെ ജീവിതം വഴിമുട്ടി പോകുമെന്നും അനിയന്മാർക്ക് ആരുമില്ലാതായി പോകുമെന്നും അറിയാവുന്നത് കൊണ്ടാണ് അവർക്ക് സ്വന്തമായൊരു കുഞ്ഞു വേണ്ടായി എന്നൊരു തീരുമാനത്തിലെത്തിയത്. അനിയന്മാരുടെ ജീവിതം കരക്കെടുപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുകയായിരുന്നു ബാലനും ദേവിയും എന്നുള്ള സത്യം ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നുള്ളൊരു ഭാവത്തിലേക്ക് വന്നു. കാരണം അത്രത്തോളം ത്യാഗം ചെയ്ത് സ്വന്തം ജന്മം പോലും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അടക്കം ദേവിയെയും പ്രസവിക്കാത്ത സ്ത്രീ എന്ന് ആക്ഷേപിച്ചപ്പോൾ, അടിച്ചമർത്തിയപ്പോൾ അതിന് ഒന്നും മറുപടിയായി ഈ സത്യങ്ങൾ വിളിച്ചു പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇത് ഞങ്ങളുടെ വിധിയാണെന്ന് സ്വയം സമാധാനിച്ച് എല്ലാവരുടെയും മുന്നിൽ പരിഹാസപാത്രമായി നിന്ന ദേവിയെക്കുറിച്ച് ആ നിമിഷം നമ്മുടെ അപ്പു ഓർത്തു. അപ്പുവിൻ്റെ അമ്മ പറഞ്ഞത്, മമ്മിയും അതുപോലെ തന്നെ ഡാഡിയും അതുപോലെ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം അപ്പു നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പു പോലും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അപ്പു നിന്നിങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് ചിന്തിക്കാനുള്ള ഓരോ കാര്യങ്ങൾ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അവരിനി എന്തൊക്കെ ചിന്തിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കൈവിട്ടു പോയ ആയുധവും വാവിട്ടുപോയ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് പോലെ ഇനി അവർ എന്തൊക്കെ ചെയ്താലും ദേവിയെയും ബാലനെയും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും അവർക്കില്ല. അപ്പം അങ്ങനെ മനസ്സിനെ ഈറനണിയിക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന, കണ്ണീരിൽ കൈ കഴുകുന്ന രീതിയിലുള്ള എപ്പിസോഡുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കഥ, അതായത് ക്ലൈമാക്സ് എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്